അപ്പൊ വീട് അഭയകേന്ദ്രമാണ്. ആ വീട്ടിനുള്ളിലേക്ക് പിന്നീട് നമ്മൾ കടക്കുകയാണ്. എങ്ങനെ കടക്കേണ്ടത്? അസ്സലാമു അലൈക്കും പറഞ്ഞ് കടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നിർവഹിക്കണേ. ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ അലൈക തവക്കൽനാ. അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത്. അവനിലേക്ക് പരിപൂർണമായി ഞാൻ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും ബിസ്മില്ലാഹി വലജ്നാ. ആരോടെ പറയും? പായസം കുടിച്ചു തീർന്നില്ലേ? വേഗാട്ടെ. ബിസ്മില്ലാഹി വലജ്നാ പറയ്. ബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. ഇത് പറഞ്ഞുകൊണ്ടാകണം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇത് പഠിച്ചിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വാത് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഇത് പറയണം. അതിനുവേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒന്നും കൂടെ പറഞ്ഞേ. ബിസ്മില്ലാഹി വലജ്നാ. വലജ്നാന്ന് വലഞ്ഞല്ലോ എന്നല്ല, പൊന്നു നമ്മള് വലഞ്ഞല്ലോ. ബിസ്മില്ലാഹി വലജ്നാ പറയും. ശബ്ദമില്ലാത്ത എന്താ ഉറക്കം പറയും. ഇവിടെ വല്ല ബിരിയാണി വിതരണം ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഒച്ച. ഇപ്പൊ ആർക്കും ഒരൊച്ചയില്ല. ഉറക്കം പറ. ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ റബ്ബനാ അലൈക തവക്കൽനാ. ഇത് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും. ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മി അല്ലി വീട്ടിൽ കടക്കുക. മാഷാ അല്ലാഹ്. മാത്രമല്ല വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഒരു സൂറത്ത് ഓതണം. ഏതാണെന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസ്. എപ്പ കടന്നാലും വീട്ടിൽ പിന്നെ നല്ല സുഖമായിരിക്കും. ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ടാകും. സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ, അത് മാറിക്കിട്ടും. സമാധാനം ഉണ്ടാകും. ഇന്ന് മുതൽ ചെയ്തു നോക്ക്. ഇന്ന് മുതൽ നിങ്ങൾ വാല് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒറ്റവട്ടം ഓതിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ചൊല്ലിയിട്ട് വേണം വീട്ടിനുള്ളിലേക്ക് കടക്കാൻ. ഒരു വീട് പുതുതായിട്ട് കുടിയിരിക്കുക അല്ലെ? കുടിയിരിക്കൽ എന്നല്ലേ പറയാ? പുതിയ വീട് എന്താ പറയാ? പരിപാടി നടക്കുന്നത് കുടിയിരിക്കുക. അങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി, ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്തു ഖുറൈശ് 3 പ്രാവശ്യം ഓതണം. ഉസ്താദേ വീടൊക്കെ കഴിഞ്ഞിപ്പോ 10 കൊല്ലമായി താമസം തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ. ഞാനീ പറയുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. يا سورة قريش وذيك بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ നാമമാണ് ഖുറൈശ്. ആ നാമത്തിന്റെ പേരിലുള്ള സൂറത്തു ഖുറൈശ് പാരായണം ചെയ്തുകൊണ്ട് വീട് കുടിയിരിക്കൽ നടത്തിയാൽ ഖിയാമത്ത് നാൾ വരെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു ഉസ്താദേ, ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ. ഇനി നാളെ രാവിലെ എങ്കിലും ബിസ്മില്ലി ചായനെത്തുമ്പോ അതിന്റെ ബറക്കത്ത് വെച്ചിട്ടൊരു 3 സൂറത്ത് ഖുറൈശ് ഓതണം. സ്ത്രീകൾ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 3 പ്രാവശ്യം ഓതുക.
കുടിയിരിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും കൂടി അത് ശ്രദ്ധിക്കുക. അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, പാല് കാച്ചുന്ന പരിപാടി, അതിന് മുമ്പായിട്ട് തോന്നാം, എന്നിട്ട് വേണം പാല് കാച്ചാൻ. വീട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വലതുകാല് വെക്കാൻ മടിക്കരുതേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാല് വെക്കാനും മടിക്കരുതേ. പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടതുകാല്. ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാലാണ്? ഏത് കാലാണ്? വലതുകാല്. ഊരുമ്പോഴോ ഇടതുകാല്. അപ്പൊ പള്ളിയിലേക്ക് ഒരാൾ കയറി, എങ്ങനെ കയറി? വലതുകാല് വെച്ച് കയറി, ഇടതുകാല് വെച്ച് ഇറങ്ങാൻ. അപ്പൊ ചെരുപ്പ് എങ്ങനെ ധരിക്കും? എങ്ങനെ ഇരിക്കും? എന്റെ പൊന്നുസ്താദേ, ഇത് ഞങ്ങൾ ആകെ കുഴപ്പിക്കുമല്ലേ. ഇതിപ്പോ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. നാളെ മുതൽ വേണേ ചെയ്യാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ? ആ മസാല ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ ശ്രദ്ധിച്ചു? നമ്മളൊരു വാതിന്റെ സദസ്സിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ 10 അമല് കിട്ടണം. അതിനുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയാണ് വാത്, ഇനി ശ്രദ്ധിക്കണം നല്ലതുപോലെ. ഇനി അമലിനുള്ളത് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവാൻ. അപ്പൊ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറയുന്നു, ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്കൊന്ന് ഇറങ്ങി അങ്ങ് നിൽക്കണം. അല്ലെങ്കിൽ പള്ളിയിലെ വെളിയോട്ടായിക്കോട്ടെ. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെ ഇറങ്ങേണ്ടത്? ഇടതുകാല്. നേരെ ഇടതുകാല് കൊണ്ട് നിങ്ങൾ ഇടരുത് ചെരുപ്പ്. കാരണം ചെരുപ്പിടേണ്ട ഏതാണ്? വലതുകാലാണ് ഇടേണ്ടത്. അത് ഷൂവോ ബാക്കിൽ കെട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഇരുന്നിട്ടാണ് ഇടേണ്ടത്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പാൻസ് ഇടുക, സറാവീര് ധരിക്കുക, അങ്ങനെയൊക്കെ ധരിക്കുമ്പോൾ എന്ത് വേണം? ഇരുന്നിട്ട് വേണം ധരിക്കാൻ. നിന്നുകൊണ്ട് ഇങ്ങനെ ഒറ്റക്കാല ഡാൻസ് കളിക്കാൻ പാടില്ല. അങ്ങനെ ഇടാൻ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ പാടില്ല. നബി തങ്ങളുടെ ചര്യക്കെതിരാണ്. അതാണ് ഈ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കെതിരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്യുന്നവരല്ലേ സുന്നികൾ. അപ്പം ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുക. നിന്നതിന് ശേഷം പിന്നീട് വലത് കാല് ആദ്യം കയറ്റുക, അതിനുശേഷം ഇടത് കാല്. ചെരുപ്പ് ഊരുമ്പോ ആദ്യം ഇടത് കാല് ഊരാൻ മടിക്കരുത്, അത് ശ്രദ്ധിക്കണം. ആദ്യം ഇടത് കാല്, പിന്നീട് വലത് കാല്. ഇതൊക്കെ ചെയ്താണല്ലോ പിന്നെ സുന്നി എന്ന് പറയാൻ നിന്നെ കടത്തി വെട്ടാൻ വേറെ ആരും ഉണ്ടാവൂല. ഇതൊന്നും ശ്രദ്ധിക്കൂല. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഓടിയങ്ങ് കയറുകയാണ്. എന്നിട്ട് അവിടെ പോയി 2 സിഗരറ്റ് ഒന്ന് ഇപ്പുറത്തും വെച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാജിയാരി 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, വലിക്കൊരു കുറവുമില്ല. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഏത് കാലാണ് ചെരുപ്പിലിടുന്നത്? ഒന്നുമില്ല. ബാത്റൂമിൽ ഇനി എത്ര നല്ല ടൈൽ ഒട്ടിച്ച ബാത്റൂമാന്ന് പറഞ്ഞാലും ചെരുപ്പ് അതിനകത്ത് വേണം. ചില വീടുകളിലൊക്കെ നല്ല ടൈലൊട്ടിച്ചിട്ടുണ്ട്, മനോഹരമായ രീതിയിലൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തൊരു ചെരുപ്പിട്ടിട്ട് വെറുതെ അങ്ങനല്ല, ചെരുപ്പ് വേണം. ചെരുപ്പിട്ട് തന്നെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത്. പരിശുദ്ധ പ്രവാചകന്റെ ചര്യയാണ്, അതങ്ങനെ തന്നെ ഉപയോഗിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കാരണം നമ്മൾ കാണുന്നതാകുന്ന ഒന്നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പരസ്യത്തിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് വന്നിട്ട് 2 കൈയും കാലും വെച്ചുകൊണ്ട് നിൽക്കുന്നതൊന്നുമല്ല. അതല്ല ബാക്ടീരിയ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിലയ്ക്കാണ്. ഫംഗസുകൾ ഉണ്ടാകും, ബാക്ടീരിയ ഉണ്ടാവും. അതുകൊണ്ട് ചെരുപ്പ് ധരിച്ചേ പറ്റും. അസുഖങ്ങൾ പിടിപെട്ടിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ആ ചെരുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകിയിട്ട് ഒരു സൈഡിൽ ചാരിയോ എങ്ങനെ വേണമെങ്കിലും വെക്കാം, മാറ്റി വെക്കാം. ആ ചെരുപ്പൊന്ന് മാറ്റുകയും വേണം. ചിലര് വീട് വെച്ചാന്ന് കൊണ്ടിട്ട ചെരുപ്പാണ്. 53 വർഷം കഴിഞ്ഞ് എന്റെ വല്യപ്പ ഉപയോഗിച്ച ചെരുപ്പാണ്. ഉസ്താദ് ഇട്ട് അത്രയും ഉസ്താദ് അതിട്ടോണ്ട് കയറി കേട്ടോ ഉസ്താദ്. വേറെ അല്ലാഹ് ആ ചെരുപ്പ് കണ്ടാൽ തന്നെ പിന്നെ ബാത്റൂമിലോട്ട് തന്നെ കയറണമെന്നില്ല. അങ്ങനത്തെ സൈസ് ചെരുപ്പുണ്ട്. അത് പള്ളികളിലും ഉണ്ട്. ചില പള്ളികളുണ്ട് നമ്മൾ സ്വന്തം വാങ്ങിച്ചു വെച്ചതാകുന്ന ചെരുപ്പ് ഷൂ ഇട്ടുകൊണ്ട് ആ ബാത്റൂമിൽ കയറാൻ പറ്റൂല. കമ്മിറ്റിക്കാര് എഴുതി വെച്ചിരിക്കുക ചെരുപ്പ് പുറത്തിടുക. എന്നിട്ട് ഇവിടെ ഇട്ടോ, ഇവിടുന്ന് നടന്ന് അപ്പുറത്ത് എന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചവനും പാണ്ട് പിടിച്ചവന്റെയും ചൊറി ബാധിച്ചവന്റെയൊക്കെ അവനൊക്കെ ഇട്ട് കൈമാറിയതാകുന്ന ചെരുപ്പുണ്ട് അവിടെ കിടക്കാൻ. അത് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി തിരിച്ചിറങ്ങാൻ. തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് ഇവന്റെ കാല വട്ടച്ചൊറിയെ അല്ല വരാനുള്ള സർവ്വ അസുഖവും വന്നു. ഇതൊക്കെ പള്ളികളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ കമ്മിറ്റി പരിപാലക സമിതികൾ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിനങ്ങനെ കാണിക്കുന്നു. അവിടെ അഴുക്കാവുമെന്നോ? അതിനൊരാളെ ജോലിക്ക് നിർത്തിയിട്ട് കഴിയിക്കണം. ഈ കഴുകാൻ പറ്റത്തില്ലേ? പ്രസിഡന്റ് ഇറങ്ങി അവിടെ കഴുകണം. അതാണ് ഖിദ്മത്ത്, സേവനം. അതാണ്
ഇതൊക്കെ സമൂഹം അറിയണം, പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാം ലാഭം പിടിക്കുക, 2 ടൈലും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല, നിയമം വെച്ചിരിക്കാം, അങ്ങനെ ആകാൻ പാടില്ല. ചെരുപ്പ് ഇടണമെങ്കിൽ 2 ചെരുപ്പ് കൊണ്ട് ഇടും. ആ ചെരുപ്പ് വൃത്തിയുള്ള ചെരുപ്പാണെങ്കിൽ കുഴപ്പമില്ല, അതുമില്ല. കാരണം എത്ര ആളുകളാണ്, പല ആളുകളും മുസാഫിരീങ്ങളും അല്ലാത്തവരും ഒക്കെ വന്നിടുകയാണ് ഈ ചെരുപ്പ്. ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം, പകരുന്ന രോഗം. ഇപ്പൊ ഈ കൊറോണ എന്ന വ്യാധി കാരണം 2 വർഷം പൂട്ടിയിട്ടത് എന്തുകൊണ്ടാണ്? പകരുന്ന രോഗമാണ്. ഇതുപോലെ പകരൂലേ അസുഖങ്ങൾ, പകരൂലേ ചൊറിയുള്ളവന്റെ മറ്റുള്ള അസുഖക്കാരന്റെ ഒക്കെ അസുഖങ്ങൾ പകരൂലേ? അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പൊക്കെ കൊല്ലെങ്കിലും ഒന്ന് മാറ്റണം. ചെറിയ വിലയേ ഉള്ളൂ, 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 ജോഡി ചെരുപ്പ് കിട്ടും. 2-3 ജോഡി ചെരുപ്പെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ബാത്റൂമിലേതും വളരെ ശ്രദ്ധിക്കണം. കാരണം അസുഖങ്ങൾ വരുത്താതെ വളരെ ശ്രദ്ധിക്കണം. ഒരു വീടിന് ഏറ്റവും അവിഭാജ്യ ഘടകം ശുദ്ധിയാണ്. അതാണ് വേണ്ടത്. ഒരു വീട് വെച്ചാൽ മനോഹരമായ വീട് വെക്കുക എന്നുള്ളതിലല്ല, ആ വീട് ശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിലാണ് കാര്യമിരിക്കുന്നത്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോൾ മലക്ക് ചോദിക്കുമത്രേ, യബ്ന ആദം ഐന ബദനുകൽ ഖവീ, ആദമിന്റെ പൊന്നുമോനെ നിന്റെ ആരോഗ്യമുള്ള ശരീരത്തിന് എന്ത് പറ്റിയടാ? ഫമാ അളഫഹുൽ ഇന്ന് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയത് എന്താ? എന്ത് പറ്റി നിനക്ക്? നീ വലിയ ആളായിരുന്നല്ലോ, മഹല്ലിൽ വലിയ സംഭവമായിരുന്നല്ലോ, ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ നീ മുൻപന്തിയിലായിരുന്നല്ലോ. എന്ത് പറ്റി നിനക്ക്? നിന്റെ ശരീരത്തെ അനക്കാൻ പറ്റുന്നില്ല. കൈയൊന്ന് അനക്കാൻ പറയുന്നു. വാപ്പയോട് വന്നിട്ട് മക്കൾ പറയുന്നു, വാപ്പ കൈയൊന്ന് പൊക്കിക്ക്, പറ്റുന്നില്ല. കാലൊന്ന് ചരിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്, സാധിക്കുന്നില്ല. ഒന്ന് തിരിയാനോ മറിയാനോ ഒന്നും പറ്റുന്നില്ല, കിടക്കയിൽ തന്നെ കിടക്കുകയാണ്. നേരിടേണ്ട സംഭവമാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നേരിടേണ്ട സംഭവമാണ് ഈ പറയുന്നത്. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്ക് വീണ്ടും അവനോട് ചോദിക്കുമത്രേ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നിന്റെ മഹോന്നതമാകുന്ന നാവ് എവിടെ പോയി? നല്ല ഫസാഹത്തും ബലാഗത്തും ഉണ്ടായിരുന്ന, വാക്ചാതുര്യമുണ്ടായിരുന്ന സംഭാഷണമായിരുന്നല്ലോ. ഇന്നെന്ത് പറ്റി നിനക്ക്? നിന്റെ സംഭാഷണമെല്ലാം മുറിഞ്ഞു പോയല്ലോ. അനങ്ങാൻ പറ്റാത്തതെന്താണ്? നിന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താണ്? ഒമാ അസ്കതഹുല്ലോ, നിന്റെ നാവിനെ ഇങ്ങനെ അശക്തമാക്കിയ, ബലഹീനമാക്കിയ വസ്തുത എന്താണ്? എന്തേ പറ്റി മിണ്ടാത്തത്, സംസാരിക്കാത്തത് എന്താ? മലക്ക് ചോദിക്കാൻ ഒന്നും പറയാൻ മറുപടിയൊന്നുമില്ല, അനങ്ങാതെ കിടക്കാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയം ഒരു മറുപടിയും പറയാൻ പറ്റൂല. മലക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കലല്ലാതെ ഒന്നും സാധിക്കില്ല. മരണത്തെ മുഖാമുഖം കാണുമെന്നും, മഹ്ശറയുണ്ടാകുമെന്നും, ഖബറുണ്ടാകുമെന്നും, ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ വായിലൂടെ കേട്ടിട്ട് നിസാരവൽക്കരിച്ചവനല്ലേ, കളിതമാശയിലൂടെ പോയവനല്ലേ. വമാ അസ്കതഹുല്ലവും, ഇന്ന് നിന്റെ നാവിനെ അശക്തമാക്കിയ വസ്തുത എന്താ? വലിയ വായിൽ വർത്താനം പറഞ്ഞ് നടന്നവനല്ലേ, എന്തു പറ്റി നിനക്ക്? 10 ആള് കൂടുമ്പോൾ 10 പേരും നിന്നോട് സംസാരിച്ചാലും നീ ഒറ്റയ്ക്ക് നിന്ന് കമന്റ് പറഞ്ഞ് അവരെ താറടിച്ച് സംസാരിച്ചവനല്ലേ. ഒരുപാട് ആളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവനല്ലേ. എന്തു പറ്റി നിനക്കിപ്പോൾ? എന്തേ പറ്റി അനങ്ങാത്തത്? എന്താ നാവെന്ത് പറ്റി ചലിപ്പിക്കാൻ പറ്റാത്തത്? എന്ത് പറ്റി നാവിന്? എന്ത് പറ്റി? നാവനക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? ബാങ്ക് വിളിക്കുന്ന സമയത്തും കലബില പറഞ്ഞുകൊണ്ട് നടന്നവരാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്തും മിണ്ടാതിരിക്കുന്നവനല്ല, ആ സമയത്തും സംസാരിക്കുന്ന ആളുകൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലപ്പോൾ ചില സദസ്സുകളിലൊക്കെ എന്താവും, ബാങ്ക് വിളിക്കുമ്പോൾ നിർത്തിയിട്ട് പിന്നെ സംസാരിക്കാൻ. സദസ്സ് നിർത്തിയത് എന്തിനു വേണ്ടിയാ? സംസാരിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഭയങ്കര സംസാരം എല്ലാവരും. അങ്ങനെയുണ്ട്, ഇപ്പോൾ പുതിയ ഫാഷനാണ്.
ബാങ്ക് വിളിക്കുമ്പോൾ നിർത്തും. നിർത്തിയിട്ട് പിന്നെ എന്താണ്, പിന്നെ അവർ സംസാരിക്കുക, വേറെ കഥ പറയുക, റാഹത്ത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തകല്ലമ ബൈനൽ അദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ആരൊരുവന് പരിശുദ്ധമായ ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ അതിനിടയിൽ സംസാരിച്ചാൽ അവൻ സക്കറാത്തിന്റെ ഹാലിൽ പ്രയാസപ്പെടുന്നതാ. അവന്റെ നാവ് കലിമ ചൊല്ലാനുള്ള അവസരം അല്ലാഹു നിഷേധിക്കുന്നതാണ്. നാവ് കടന്നുകൊണ്ട് തത്തിക്കളിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ സമയത്തും കടന്ന് എന്തെങ്കിലുമൊക്കെ കടന്ന് വിളിച്ചു പോകും. അല്ലാഹു കാക്കുമാറാവട്ടെ. സക്കറാത്തിന്റെ ഹാല് ആഖിബത്താണ് എല്ലാവരും നോക്കുക, അന്ത്യം നോക്കും. ആ അന്ത്യം മോശമാകും. അല്ലാഹു കാക്കട്ടെ. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണല്ലോ അല്ലാഹു അക്ബർ. അല്ലാഹു ഉന്നതനാണ്, സമുന്നതനാണ്, വലിയവനാണ്. ഇത് പറയുമ്പോൾ ഇവനിവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാകുന്ന വചനം കേൾക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മറുപടി തിരിച്ചു പറയാത്തവന് കെലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറയാൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്സാരമായ കാര്യമല്ല. ആഖിബത്ത് മോശമായി പോകും. നാവ് ശ്രദ്ധിക്കണം. നാവ് വലിയൊരു വിഷയമാണ്. നാവ് വലിയൊരു വിഷയമാണ്. നമ്മളിൽ പല ആളുകളുടെയും അമലുകൾ നഷ്ടപ്പെടാനുള്ള കാരണം തന്നെ നാവാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സംസാരിക്കാതിരുന്നാൽ ഏറ്റവും ബെറ്ററാണ്. സഹാബത്തിൽ പലരും അവരുടേതാകുന്ന ദേഷ്യം കടിച്ചമർത്താനും അവരുടേതാകുന്ന ശരീരത്തെ മെരുക്കിയെടുക്കാൻ വേണ്ടിയും ചരൽ കല്ലുകൾ കഴുകിയിട്ട് വായിലിട്ട് കൊണ്ട് നടന്നിരുന്നു. കല്ല് വായിലിട്ട് നടക്കുക, വിഴുങ്ങാനല്ല, എന്തിനാ? സംസാരിക്കാതിരിക്കാൻ, സംസാരം കുറയ്ക്കുക. നമ്മളാണെങ്കിൽ ആ കല്ല് വിഴുങ്ങിയിട്ടെങ്കിലും രണ്ട് വർത്താനം പറയും. അല്ലാഹു ആക്കട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. സഹാബത്തിന്റെ സൂക്ഷ്മതയാണ് പറഞ്ഞത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ യളമല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന ഫഖദൈ അല്ലമല്ലഹുൽ ജന്ന. ദാ ഒന്ന് രണ്ട് ഹദീസ് ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്ക്, ഒരുപാട് നീട്ടൂല, വേഗം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ദാ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ യളമല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന ഫഖദൈ. ആരൊരുവൻ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തൊടയെല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നോ അല്ലമല്ലഹുൽ ജന്ന. ഹറാമിനെ തൊട്ട് ഈ രണ്ട് അവയവങ്ങൾ സൂക്ഷിക്കുന്നവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് അവയവങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നിങ്ങൾ എന്നോട് ജാമ്യം നിന്നാൽ ഞാൻ അവർ സ്വർഗം കൊടുക്കും. രണ്ട് അവയവം ശ്രദ്ധിച്ചാൽ മതി. നബിയുടെ ഈ ഒരു വാക്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള പാലോട്ടുപള്ളിയിലെ ആളുകളുണ്ടോ? മോമിനീങ്ങളുണ്ടോ? ഞാനും നിങ്ങളും അത് തയ്യാറാകുന്നവരാണോ? എങ്കിൽ രക്ഷപ്പെട്ടു. സ്വർഗം ഉറപ്പാണ്. സ്വർഗം വേണമെന്നല്ലേ കൊതിക്കുന്നത്? സ്വർഗം വേണമെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ആര് പറഞ്ഞു? ഹബീബ് റസൂലുള്ളാഹി. അത് പറഞ്ഞതിന്റെ ശൈലിയാണ്. മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖദൈഹി. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള അവയവം നാവ്, രണ്ട് തൊടയെല്ലുകൾക്കിടയിലുള്ള അവയവം ജനനേന്ദ്രിയം, ലൈംഗിക അവയവം. ഈ രണ്ടിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതാണ് സർവ്വ തെറ്റുകൾ. ഒന്നില്ലെങ്കിൽ നാവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. അടി ഇടി വഴക്കുകളൊക്കെ ഉണ്ടാകുക. ഗീബത്ത്, നമീമത്ത്, കളവ്, ഇതെല്ലാം എന്താ? നാവ് കൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. ഫനായും ഫസാദും ഒക്കെ ഈ നാവാണ് കാരണം. അതുകൊണ്ട് നാവിനെ വിലങ്ങിടണം, കൂച്ചുവിലങ്ങിടണം. രണ്ടാമത്തത് നിന്റെ ജനനേന്ദ്രിയം എന്ന അവയവം. മനുഷ്യൻ ഈ സിനിമ കാണുമ്പോഴും വാൾ പോസ്റ്റ് കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും സിനിമാ പോസ്റ്റർ റോഡിൽ കാണുമ്പോഴും ഒക്കെ അങ്ങോട്ട് പോകണമെന്നൊക്കെ തോന്നാൻ കാരണം എന്താ? നിന്റെ ലൈംഗിക അവയവത്തിൻ്റെതാകുന്ന ഉത്തേജനമാണത്. അതിലേക്കുള്ളൊരു ത്വരയും താല്പര്യമാണ്. എല്ലാത്തിൻ്റെയും ബേസിക് അതാണ്.
അതുകൊണ്ടാണ് നിനക്കത് പോകണമെന്ന് തോന്നുന്നത്. പാലോട്ട് പള്ളിയിൽ നിന്ന് പാലാപ്പള്ളി തിരുപ്പള്ളിയിലേക്ക് പോകണമെന്ന് തോന്നാനുള്ള കാരണം അതുകൊണ്ടാണ്. എല്ലാവർക്കും അത് മതി, പാലാപ്പള്ളി തിരുപ്പള്ളി. അതാ ഇപ്പം എല്ലാവരും പാടിക്കൊണ്ട് നടക്കും. മുമ്പ് എല്ലാവർക്കും ഭീമാപ്പള്ളി, പാലോട്ട് പള്ളി, മട്ടന്നൂർ പള്ളി എന്നൊക്കെ ആയിരുന്നു. അപ്പം അത് മാറി, അപ്പം ഇങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പം നന്നാവണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം 2 അവയവങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ഞാൻ ജാമ്യം നിൽക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന് നാവാണ്, മറ്റൊന്ന് ലൈംഗിക അവയവമാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ 2 അവയവങ്ങളെയും സംരക്ഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, ഔസിനി ഔസിനി യാ റസൂലല്ലാഹ്. നബിയേ, എനിക്കൊരു ഉപദേശം നൽകുമോ റസൂലേ? എനിക്കൊരു വസിയത്ത് നൽകുമോ ഹബീബേ? ഉപദേശം ചോദിച്ചു വന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ലൈസർ. തൻ്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് നബി തങ്ങൾ നാവ് നീട്ടി പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവത്രേ, കുഫ അൻക ഹാദാ കുഫ അൻക ഹാദാ. ഈ നാവിനെ ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹറാമാകുന്ന ഭാഷണങ്ങളെ തൊട്ട്, ഗീബത്തിനെ തൊട്ട്, നമീമത്തിനെ തൊട്ട്, കളവിനെ തൊട്ട്, മോശമാകുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് ഈ നാവിനെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വേറെ ഒന്നുമില്ല. എനിക്കൊരു ഉപദേശം നൽകണേന്ന് പറഞ്ഞപ്പോൾ നീ 5 വഖത്ത് നിസ്കരിച്ച നോമ്പുടിച്ച ഒന്നുമല്ല. അവനോട് പറഞ്ഞതെന്താ? നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അൻക ഹാദാ. ഈ നാവ് ശ്രദ്ധിച്ച് മുന്നോട്ട് നടന്നോ ഹബീബ് റസൂലുള്ളാഹി. ഈ നാവ് ഹറാമായതിലേക്ക് കൊണ്ടുപോകരുത്, രക്ഷപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെ മഹ്ശറയിൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാനുള്ള കാരണം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. അവരുടെ നാവ് കൊയ്തെടുത്ത പാതകമാണ്, തെറ്റാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. നാവ് ചെയ്ത തെറ്റ് കാരണമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും ഒരു വിഭാഗം ആളുകളെ. അല്ലാഹു കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകവേ ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോടായി ലോകത്തിന്റെ നായകനെ പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ. പല്ലുകൊത്തണേ, പല്ലുകൊത്തണേ സഹാബ, നിങ്ങളൊന്ന് പല്ലുകൊത്തിയാൽ നന്നായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫഖാലൂ, ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാണ്, ഫവല്ലാഹി മാ തുഇന്നൽ ലൗമ തുആമാ. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ. ഒന്നും കഴിക്കാത്ത, ഒരു ഭക്ഷണം പോലും കഴിക്കാത്തതാകുന്ന ഞങ്ങളോട് ഏത് നിലയിലാണ് തങ്ങൾ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഞങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. പട്ടിണി കിടക്കുന്ന ഞങ്ങളോട് പല്ലുകുത്താൻ പറയുന്നത് എന്തിനാ? പല്ലുകുത്തേണ്ടത് ആരാ? നല്ല നെയ്ച്ചോറൊക്കെ വയറിറച്ച് അടിച്ചവരാള്, നല്ല റാഹത്തായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരല്ലേ പല്ലുകുത്തേണ്ടതുള്ളൂ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല.
ഫവല്ലാഹി മാ തുഇംനൽ ലൗമ തുആമ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരൽപ്പം പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ, പിന്നെന്തിനാണ് ഞങ്ങൾ പല്ലുകുത്തുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, സഹാബ ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും. സഹാബ ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞില്ലയോ, ഗീബത്തിൽ ഏർപ്പെട്ടില്ലയോ, പരദൂഷണം പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പച്ചമാസം തിന്നതിന് സമാനമാണ്. അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്. സഹാബ ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ, അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തഖല്ലലു നിങ്ങളൊന്ന് പല്ലുകുത്തണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും എന്ത് വേണം? പല്ലുകുത്തുന്ന സാധനം വേണം. ഹോട്ടലിൽ പോയിട്ട് ഒരു 10 എടുത്തു വെച്ചു. കാരണം എന്താ? എപ്പോഴും ഈ ഫനായും ഫസാദും തന്നെ. പള്ളി നിസ്കരിക്കാൻ വന്നാണ്, നിസ്കാരം കഴിഞ്ഞ് വാതിക്കലോട്ട് തിന്നലോട്ട് ഇറങ്ങിയിരുന്നിട്ട് ഫന ഫസാദ് തുടങ്ങി. കാര്യമായിട്ട് നിസ്കരിക്കാൻ വന്ന 2 റക്അത്ത് സുബഹിയെ നിസ്കരിക്കാൻ വന്നത്, എന്നിട്ട് 60 റക്അത്തിന്റെ പ്രതിഫലം കളയുന്ന വർത്താനാണ് പള്ളിയുടെ വാതിക്കലോട്ട് ഇരുന്നിട്ട് പറഞ്ഞത്. ചിലര് രാവിലെ പള്ളിക്കൽ വരും. എന്തിനാണെന്നറിയോ? സുബഹി കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ പോയിരുന്നിട്ട് ഫനായും ഫസാദും പറയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. സുബഹികരിക്കാൻ വരുന്നത് തന്നെ അതിനാ. സുബഹികരിച്ച് കഴിഞ്ഞ് വേഗം തന്നെ ഓടി ആ കടയിൽ പോയിട്ട് ഒരു 7 ചായ കുടിക്കും. അതാ കണക്ക്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പത്രം വായിച്ച് ഇങ്ങനെ, വേറെ ഒരു പടിയും ഇല്ല. അള്ളാഹു നമ്മളൊക്കാക്കുമാറാവട്ടെ. എക്സ്പയർ ആയിട്ടിരിക്കുകയാണ്. എക്സ് മുസ്ലിം എന്ന് പറയുന്ന പോലെ കഴിയാറായി, കാലഘട്ടം കഴിയാറായി, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഫന ഫസാദ് വിട്ടോണ്ടിരിക്കുക. അള്ളാഹു ആക്കട്ടെ. അതിലെല്ലാവരും വരും. പള്ളിയിൽ ഇമാമ് വരും, മുദരിസ് വരും, മുത്തല്ലിമുകൾ വരും, നാട്ടുകാർ വരും, കൂട്ടുകാർ വരും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ആചാര്യോട് ചോദിച്ചാൽ മതി, മൊത്തം മസലയും പഠിച്ചു വെച്ചിട്ടാണ് അവിടുന്ന് പോവുക. പള്ളിയിൽ നിന്ന് വേഗം ചാടി ഇറങ്ങി ഓടും. ദിക്ർ ചെല്ലാനില്ല. 10 മിനിറ്റ് ഇരുന്ന് അവിടെ ദിക്ർ ചെല്ലാനില്ല. സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്ർ ചൊല്ലിയാൽ ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്യാനില്ല. ഖൗമൻ സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ ശഫീഉന റസൂലുള്ളാഹി. സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്റിലായി അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് സലാത്ത് ചൊല്ലിക്കൊണ്ട് വിശുദ്ധമായ ദീൻ പഠിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒരു മനുഷ്യൻ നിലകൊണ്ടാൽ ഉദയം വരെ അങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് പുരുഷന്മാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. സുബഹിക്ക് ശേഷം ദിക്റിന്റെ മജ്‌ലിസിൽ നിലകൊള്ളുക, മുടങ്ങാതെ നിത്യമാക്കുക. ഉംറയുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. ആരെങ്കിലും ചെയ്യലുണ്ടോ? സുബഹി കഴിഞ്ഞ് വേഗം ഇറങ്ങി കടയിൽ വന്നിരുന്നിട്ട് അങ്ങനെ വർത്താനം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക. അത്യാവശ്യ കാര്യങ്ങൾ പറയല്ല, ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുക. അതിലെല്ലാം പോയി ചെവി വെച്ചു കൊടുക്കുക, അതിലെല്ലാം സമ്മതം മൂളി കൊടുക്കുക, അതിലെല്ലാം വർത്താനം പറയുക. അതാണ് ഇന്നീല അറാ ലഹ്മ ഫുനാനിൻ ബൈന ഫനായാക്കും. ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിലുണ്ട്, അതൊന്ന് കുത്തിക്കളയണേ. തഖല്ലലു ഹബീബ് റസൂലുള്ളാഹി. എന്തിനാ പറഞ്ഞത്? നിസാരമല്ല, വലിയ കാര്യമാണ്. നിസാരമായി നിങ്ങൾ കാണരുത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തുവഫിയ റജുലുൻ മിന സഹാബ.
സ്വഹാബത്തിൽ പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരണ വീട്ടിലേക്ക് വരുകയാണ്. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് ജനാസ നോക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കുകയാണ് ജനാസ. സുബ്ഹാനല്ലാഹ്. ഉടനെ ഒരു മനുഷ്യൻ മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അബ്ശിറുഹു ബിൽ ജന്ന. അബ്ശിറുഹു ബിൽ ജന്ന. തങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ, അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. മരിച്ചു കിടക്കുന്ന വ്യക്തി നല്ല പുഞ്ചിരിച്ച് കിടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നോക്കുന്നു, സ്വഹാബത്തുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മറ്റൊരു സ്വഹാബിയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ബിൻ ഖത്താബ് തങ്ങളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെയും അലിയാർ തങ്ങളെയും ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരെയൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച തങ്ങൾക്ക് ഈ മനുഷ്യനെ ഒന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ നന്നായിരുന്നു, സ്വർഗം കൊണ്ടൊന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ നന്നായിരുന്നു. فقال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ലാ ഇല്ല സഹാബ, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി ഇന്നക ലാ തദ്രി فلعله أن يتكلم فيما لا يعني. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് വർത്തമാന മോശമായ വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കൊണ്ട് പറ്റൂലയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ് സഹോദരി. പാലോട്ട് പള്ളിയിലുള്ള ഓരോ മുഅ്മിനും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട പഠനമാണ്. നമ്മൾ മരിച്ചു കിടക്കുന്ന ആളുകളുടെ പുഞ്ചിരി കണ്ടുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ നിൽക്കരുതേ. കാരണം ആ മനുഷ്യൻ ആഖിറത്തിൽ പടച്ച റബ്ബ് ഏത് നിലയിലാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക പറയാൻ സാധിക്കില്ല. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിൽ കിടക്കുന്നതാകുന്ന വ്യക്തിയെ നോക്കിയിട്ട് ലോകത്തിന്റെ നായകൻ ലോകത്തോട് വിളിച്ചു പറയുകയാ, ഈ മനുഷ്യൻ ജീവിതത്തിൽ ഏതെല്ലാം അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാമെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നാവ് മോശമായ വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മദീനയിലെ രാജകുമാരൻ മുഹമ്മദിന് സാധിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി പഠിക്കേണ്ട പാടാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നപ്പോ ലോകത്തിന്റെ നായകൻ നടന്ന സംഭവ വികാസങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന തന്റെ പ്രിയപ്പെട്ട മകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫാത്തിമ യാ ഫാത്തിമതു റഅയ്തുന്നാ ഫാത്തിമ കത്തിജ്വലിക്കുന്ന നരകത്തെ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുപോയി. ഫാത്തിമ വറഅയ്തു ഫീഹാ ഇംറഅത, അതിലൊരു പെണ്ണിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. ഫാത്തിമ മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ,
1000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം, രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചതായ നരകം, ആ നരകത്തിന്റെ നടുക്കളത്തിലുള്ളതാകുന്ന തീജ്വാലകൾ കൊണ്ട് തീർക്കപ്പെട്ടതായ തൂണിലേക്ക് ഒരു പെണ്ണിൻ്റെതാകുന്ന നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. ഫാത്തിമ മൻഹിയ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് റസൂലേ, റസൂലേ, ഏത് പെണ്ണാണ് ഈ ഹതഭാഗിയായ പെണ്ണ്? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പെണ്ണാണല്ലോ. നരകത്തിന്റെ നടുക്കളത്തിലുള്ള തീജ്വാലകൾ കൊണ്ട് ചുറ്റപ്പെട്ടതായ തൂണ്, ആ തൂണിലേക്ക് നാവ് വലിച്ചു നീട്ടി കെട്ടപ്പെട്ടിരിക്കുന്ന ഈ പെണ്ണ് ആരാണ്? റസൂലേ, റസൂലേ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട മകളോട് ലോകത്തിന്റെ നായകന് പറയുകയാണ്, പഠിച്ചു വെക്കണേ, മറക്കപ്പുറത്തുള്ള പാലോട്ട് പള്ളിയിലുള്ള കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണ്. അഥവാ അളന്ന് നോക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നാവ് കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞു നടക്കുന്ന പെണ്ണാണ്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നവളാണ്. കൂട്ടുകാരികളോട് വാട്സാപ്പിൽ അത്തരത്തിലുള്ള ചാറ്റിംഗ് നടത്തുന്നവളാ. എൻ്റെ ഭർത്താവ് എനിക്ക് ഭക്ഷണം നൽകുന്നില്ല, ജീവിത സൗകര്യങ്ങൾ നൽകുന്നില്ല,